ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എവ്രിവൺ. വിംബിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ഫജറുന്നിസ, തിരുവനന്തപുരമാണ് സ്ഥലം. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, ഇസ്ലാമിക് സൈക്കോളജിസ്റ്റാണ്. അതിനു പുറമെ വിംബിൾ അക്കാഡമിയിലെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ഓൺഗോയിങ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. വിംബിളിൽ 1-2 കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രെയിനേഴ്സിൻ്റെ ഇതിലേക്ക് ഞാൻ എത്തുന്നത്. വിംബിളിൽ എത്തിയതും ഫൈസൽ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയതുമൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് ഗോഡ് ആൻഡ് താങ്ക്സ് ഫൈസൽ സർ. ഫൈസൽ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത്. വിൻ 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 മൈൻഡ് സെറ്റ്. ആകാശത്തോളം വിശാലമാകണം നമ്മുടെ മനസ്സ്. അതെന്നെ ചെറിയ രീതിയിലൊന്നും അല്ല, ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് വരാം. ഈ ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിക്കുന്നത് വിംബിളിൻ്റെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. ഇന്നത്തെ സെഷനിൽ ഇവിടെ ലീഡ് ചെയ്യുന്നത് സോന മാം ആണ്. സോന മാം ടീച്ചറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, പിന്നെ മാത്രമല്ല ഒരു മെൻ്റലിസ്റ്റ് കൂടിയാണ്. മാമിൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിൽ പലരും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ അടിമകളാണല്ലേ. നമ്മുടെ സമയം അത് കട്ടെടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ സെഷൻ നിങ്ങൾക്കുള്ളതാണ്. മാമിൻ്റെ ഇന്നത്തെ വിഷയം മൊബൈൽ അഡിക്ഷൻ വൈ പ്രൊഡക്ടിവിറ്റി, റിക്ലെയിമിംഗ് കൺട്രോൾ ഓവർ സ്ക്രീൻ ടൈം. ഈ വിഷയത്തിലാണ് സോന മാം ഇന്ന് ക്ലാസ് എടുക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ മാമിന് ആ സെഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ നമുക്കും കഴിയട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സോന മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപായി വിംബിളിനും ഫൈസൽ സാറിനും ഈ ഉത്തരവാദിത്വം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജാസ്മിൻ മാമിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. സന്തോഷം, സ്നേഹം. സോന മാം, ഹാർദമായ സ്വാഗതം മാം. വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഓഡിബിൾ ആണല്ലോ? യെസ്, ഓഡിബിൾ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. Good evening, ma'am. Good evening. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? Yes, yes. Hello. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താ ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല അല്ലെ? ഇന്ന് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ കടന്നു പോകുന്നു? രാവിലെ നമ്മൾ എണീക്കുമ്പോ ഒരു സാധനം നമ്മുടെ കയ്യിൽ കൂടും. പിന്നെ അത് പല്ല് തേക്കുമ്പോ, വാഷ്റൂമിൽ പോകുമ്പോ, ഫുഡ് കഴിക്കുമ്പോ, അവിടെ ജോലിക്ക് പോകുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ, അതിനുശേഷം വീണ്ടും ഫുഡ് കഴിക്കുമ്പോ, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കും തൊട്ട് പിന്നെ അത് കിടക്കാൻ പോകുമ്പോഴും ആ ഒരു സംഭവം. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഇടയ്ക്ക് ബ്രേക്ക് ആയി. ഇപ്പൊ കുഴപ്പമില്ല. ബ്രേക്ക് ആയോ? ഇപ്പൊ ഓഡിബിൾ ആണ്. ഓഡിബിൾ. യെസ്. ഓക്കെ. അപ്പം ഈ രാവിലെ തൊട്ടിട്ട് നമ്മുടെ കയ്യിലെത്തുന്ന ആ ഒരു സംഭവം നമ്മൾ ഉറങ്ങുന്നത് വരെ പലപ്പോഴും നമ്മൾക്ക് ഉറക്കം തരാത്ത വിധം നമ്മുടെ കൂടെ കൂടുന്ന ഒരു ഐറ്റമാണ്. ഏതാ ഐറ്റം? മൊബൈൽ ഫോൺ അല്ലേ? എല്ലാവരും
അവര് എത്ര ടൈമാണ് നിങ്ങൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും ഒരു ദിവസം നിങ്ങൾ എത്ര ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ. കുറഞ്ഞത് 2 മണിക്കൂർ. പിന്നെ നമ്മൾ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. ഫ്രീ ടൈമിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. കൂടിയും കുറഞ്ഞിരിക്കും. ഓക്കെ, ഒരു 10 മണിക്കൂർ കാണുന്നുണ്ട്. 10 മണിക്കൂർ കാണുന്നുണ്ട്. അപ്പം അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണോ? 10 അവർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ടൈം ആണോ? നമ്മുടെ മൊത്തത്തിൽ 24 അവർ ആണുള്ളത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം അത് നല്ലതാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്കൊരു വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ മാം. ഓക്കെ, ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഓഡിബിൾ ആണല്ലോ? എന്ത് Yes, audible മനസ്സിലായി? എന്താണ് നമ്മുടെ ലോകം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയോ അത്? യെസ് യെസ് യെസ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടില്ലേ? എക്സ്പീരിയൻസ് അതെ, ചെയ്തിട്ടില്ലേ? ഇല്ലേ? കറക്റ്റ് ആണ് പറഞ്ഞത്. കറക്റ്റ്. ആ ഒരു വീഡിയോയിൽ ഇന്നത്തെ ഒരു 3/4 ഭാഗം നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി അങ്ങനെ അതിൽ എക്സാക്ട് ആവാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകളും കൂടി മതി, അല്ലേ? ഒരുവിധമൊക്കെ അതുപോലെ തന്നെയാണ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മള് അതിന്റെ അവസാനം കാണിക്കുന്ന ഒരു ഇതുണ്ട്, എല്ലാവരും പോയിട്ട് ഒരു കുഴിയിലേക്ക് വീഴുന്ന ഒരവസ്ഥ. കണ്ടായിരുന്നോ അത് ലാസ്റ്റത്തെ പോർഷൻ?
യെസ് മാം, കണ്ടിരുന്നു. ആ അപ്പം അത് ഉദ്ദേശിച്ചത് എന്താണ്? ഇങ്ങനെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും? വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് ഒന്നും നടക്കാനാവാതെ ലാസ്റ്റിൽ നമ്മൾ കുഴിയിലേക്ക് വീഴുക. നമ്മുടെ സ്വപ്നങ്ങൾക്കൊന്നും നമ്മൾക്ക് അതായത് നമ്മൾക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ ഇല്ല. ഇതുപോലെ കുഴിയിലേക്ക് വീണു പോകും. അതെ അതെ. ഈ പ്രസന്റേഷൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. സ്ക്രീൻ ഓഡിബിൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഞാനൊരു പ്രസന്റേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാണുന്നില്ലേ? യെസ്. ഓക്കെ. അപ്പം നമ്മള് ഇന്ന് ഏത് രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ചെറിയൊരു സൂചനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്, അല്ലെ? അതിൽ ഞാൻ പറഞ്ഞു എല്ലാ ഭാഗങ്ങളും, അതിലൊരു മുക്കാ ഭാഗങ്ങളും നമുക്ക് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ഡെയിലി കാണുന്ന ഒന്നാണ്. അപ്പം ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്, ഞാൻ ഫോണിന് അഡിക്റ്റ് ആണോ അതോ ഞാൻ വെറും ഫോൺ വാച്ച് ചെയ്യാണോ? ഇതിലൊക്കെ പെടുന്ന ഒരാളാണോ ഞാൻ? ഇപ്പോ ആ ഒരു വീഡിയോയിൽ കണ്ട അതിൽ പെടുന്ന ഒരാളാണോ ഞാൻ എന്ന് ചിന്തിച്ചു നോക്കാനുള്ള ഒരു ടൈമാണത്. ഓക്കെ. അപ്പം എന്താണ് ഈ ഫോൺ വാച്ചിങ്ങും ഫോൺ അഡിക്ഷനും? അതായത് നമ്മൾ പറയും, വലിയ കാര്യത്തിന് പറയും, ഞാൻ ഫോൺ വാച്ചിങ് ആണ്, എനിക്ക് അങ്ങനെ അഡിക്ഷൻ ഒന്നുമില്ല എന്ന് പറയും. അപ്പം ഈ ഫോൺ വാച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നതാണോ നമ്മുടെ ഫോൺ വാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. എന്താണ് ഈ ഫോൺ വാച്ചിങ്ങിനെ കൊണ്ട്? ഒരു ലിമിറ്റഡ് പീരീഡിൽ, അതായത് നമ്മൾക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ അത് മാറ്റി വെക്കാൻ കഴിയണം. വെരി ഗുഡ്. മാം പറഞ്ഞത് ശരിയാണ്. അതായത് ഞാനൊരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്കിന്ന് ക്ലാസ് എടുക്കണം, ഓക്കെ, എനിക്ക് ഫോൺ എടുക്കാണ്ട് പറ്റില്ല, അല്ലെ? ഫോൺ ഇല്ലാത്തൊരു യുഗം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനായിട്ട് പറ്റില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. സോ ഒരു ലൈഫില് പല കാര്യങ്ങളും നമ്മൾ ഫോണിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? കുറെ പേർക്ക് ജോലിയുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് അതിന്റെ PPT കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെയാണ്. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഇപ്പൊ ക്ലാസ് കണ്ടക്ട് ചെയ്യണത് എല്ലാവർക്കും അതിൻ്റെതായ രീതിക്ക് മെസ്സേജ് അയക്കാനും കാര്യങ്ങൾക്കും എല്ലാം കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അർച്ചന മാമിനും ഒക്കെ ആണെങ്കിൽ ഫോൺ ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അഡിക്ഷൻ ആണോ അതോ ഒരു ഫോൺ വാച്ചിങ് ആണോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. സോ ഫോൺ വാച്ചിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു പർപ്പസ് ഉണ്ട്. ആ ഒരു ടൈമിൽ മാത്രം ഞാൻ എടുക്കുന്നു, ഫോൺ വാച്ച് ചെയ്യുന്നു, ആ ടൈം കഴിഞ്ഞ ഉടനെ ഞാൻ ആ ഫോൺ എടുത്തു വെക്കുന്നു. മനസ്സിലായോ? അവിടെ എന്താ, ഞാനാണ് എൻ്റെ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അവിടെ ചില സമയത്ത് ഇപ്പൊ ഞാൻ കുറേ വർക്കൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ചിലപ്പോൾ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു എന്റർടൈൻമെന്റ്, എനിക്കൊന്ന് റിലാക്സ് ചെയ്തിരുന്നു, ഒന്ന് ജസ്റ്റ് ഒരു ടൈം, ഒരു 2-3 എന്താണോ എനിക്ക് ഇഷ്ടമുള്ളത് കണ്ടു എന്ന് വെച്ചിട്ട് അതെന്താവില്ല, അതൊരു ഫോൺ അഡിക്ഷൻ ആവില്ല. ഇനി എന്തായിരിക്കും, അത് ലിമിറ്റഡ് ആയിരിക്കും. അതല്ലാണ്ട് ഞാനൊരു 5-6 മണിക്കൂറോ 2-3 മണിക്കൂറോ ഞാൻ അതിരുന്ന് സ്ക്രോൾ ചെയ്യില്ല. പിന്നെ എന്തായിരിക്കും, എനിക്കറിയാം ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യാണ്, എനിക്ക് ഇന്ന പർപ്പസ് ഉണ്ട്, ഇന്ന ടൈമിൽ ഞാനത് എന്ത് ചെയ്യും, എടുത്തു വെക്കും. അതുകൊണ്ട് ഞാൻ എന്താ കോൺഷ്യസ് ആണ്, അതിനെക്കുറിച്ച് അവയർനെസ് എനിക്കുണ്ട് ആ ഫോണിനെ പറ്റി. ആ ഫോൺ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന, കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ ആവുന്നതിനെ പറ്റിയും എല്ലാത്തിനും കുറിച്ച് എനിക്കൊരു അറിവുണ്ട്. പിന്നെ എന്താ, ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇമോഷണലി ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്, അതൊരു ഫോൺ വാച്ചിങ് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ എപ്പോഴാണ് അതൊരു ഫോൺ അഡിക്ഷൻ ആവുന്നത്? എപ്പോഴായിരിക്കും അതൊരു ഫോൺ അഡിക്ഷൻ ആവുന്നത്? അത് നമ്മെ ഭരിക്കുവാൻ ഇടയാകുമ്പോഴാണ് വെരി ഗുഡ്. നമ്മുടെ കൺട്രോളിൽ.
അയ്യോ അതെ അതെ കൺട്രോൾ ഇല്ലാതെ യൂസ് ചെയ്യും. അതെ നമ്മള് ഫോൺ വാച്ച് ചെയ്യുമ്പോൾ ആ ഫോൺ നമ്മുടെ കൺട്രോളിലാ. പക്ഷെ എപ്പോഴാണ് അത് ഫോൺ അഡിക്ഷൻ ആവുന്നത്? ആ ഫോണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും അല്ലെ? അതും എക്സസീവ് യൂസ് ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട്. ഒരു കമ്പൽസീവ് ആൻഡ് അൺകൺട്രോളബിൾ ആയിരിക്കും. ഇപ്പൊ മാമും സാറും പറഞ്ഞ മാതിരി എനിക്ക് ചിലപ്പോ ഒരു 5 മിനിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ എടുക്കും. പിന്നെ അത് 10 മിനിറ്റ് ആവുന്നു, 15 മിനിറ്റ് ആവുന്നു, 20 മിനിറ്റ് ആവുന്നു, പിന്നെ അതൊരു 1 അവർ ആവുന്നു, 2 അവർ ആവുന്നു, ഞാൻ അറിയുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അവിടെ എനിക്ക് ചെയ്യേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ പെൻഡിങ്, എനിക്ക് ചെയ്യേണ്ട വർക്ക് ഇവിടെ പെൻഡിങ്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ പെൻഡിങ്, എന്റെ റിലേഷൻഷിപ്പിന് പതിയെ പതിയെ വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്റെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിൻ്റെയിലായാലും എവിടെയെങ്കിലും ഒക്കെ ഒരു വിള്ളലുകൾ പതിയെ പതിയെ റിലേഷൻഷിപ്പുകളിൽ എന്തായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാനത് അറിയില്ല, കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ഫോണ് കുറച്ചു നേരമല്ലേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഫോൺ വാച്ചിങ് ആണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും. അപ്പം ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം കേക്ക് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? അതൊരു സന്തോഷമാണ് അല്ലേ? നമ്മുടെ ഒക്കെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു കേക്ക് കഴിക്കുന്നത് ഒരു സന്തോഷമാണ്. ഒരു ദിവസം കൂടെ നമ്മുടെ ഷുഗർ ലെവൽ ഭയങ്കര ഹൈ ആയിട്ട് കൂടെ അത് നമ്മളെ എന്താ പറയാ നമ്മുടെ ഹെൽത്ത് ഒക്കെ കളയൊന്നും ഉണ്ടാവില്ല. അത്രയും എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡെയിലി ആ കേക്ക് പീസ് കഴിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ആദ്യം കഴിച്ച ആ കേക്കിന്റെ ഫീൽ തന്നെയായിരിക്കുമോ? അല്ല, ഓരോ ദിവസവും ഞാനത് കഴിക്കുന്നതിനനുസരിച്ചിട്ട് എന്നില് പല മാറ്റങ്ങളും ഉണ്ടായി തുടങ്ങും ഇല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഈ ഫോൺ വാച്ചിങ്ങും ഫോൺ അഡിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു പ്ലാനും ഇല്ല. അവിടെ ടൈം എത്ര പോകുന്നു, ടൈം എത്ര നഷ്ടമായി എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അതൊരു എന്താ പറയാ, അത് കോൺഷ്യസ് ആണോ? അല്ല, അതെന്താണ്? ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലേ? എന്തായിരിക്കും? എനിക്ക് ഓക്കെ, ഞാൻ അങ്ങനെ അത്ര നേരം ഒന്നും ഇരിക്കുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഞാൻ അത്രയും ആക്റ്റീവ് മീൻസ് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് എന്റെ ബോറടി മാറ്റാൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിന്നൊക്കെ പിന്മാറാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അതിലേക്ക് നോക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ടൈമിനെ കുറിച്ച് ഞാൻ ഒട്ടും അവെയർ അല്ല. ഓക്കെ, സോ അതെന്താ, ഒരു അൺകോൺഷ്യസ്ലി അത് സംഭവിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. എനിക്ക് ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഫോൺ എടുത്തു പോകും. ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഫോണിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ചാടി എടുക്കുകയാണ്. കുറച്ചു നേരം എന്റെ കയ്യിൽ കുറച്ചു നേരം ഫോൺ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ ചെയ്യാ, ഇനി ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു, ദേഷ്യം വരുന്നു. അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും നിന്നൊക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ? ആ ഫോൺ ഇല്ലെങ്കിലും കുറച്ചു നേരം ഫോൺ ഒന്ന് മാറ്റി വെച്ചാൽ അതില്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അതെന്താണ്? അതൊരു ഫോൺ അഡിക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫോൺ അഡിക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? യെസ്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഇത്രയും അഡിക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഫോൺ ഇത്രയും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? നമുക്കൊരു ഹാപ്പി നമുക്ക് ഹോർമോൺ ഹാപ്പി ഉണ്ടാവുന്നു. ഹോർമോൺസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, നമുക്ക് ഇപ്പം ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് പോലെ തന്നെ എന്താ, സബ്സ്റ്റൻസ് അബ്യൂസ് കഴിക്കുമ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യും അല്ലെ, ഫീൽ ഗുഡ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഫോണിനും അങ്ങനെ ഒരു എന്താ പറയാ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇപ്പം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഐ മീൻ സബ്സ്റ്റൻസ് അബ്യൂസർ ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആളുടെ ബ്രെയിനിന്റെ ഘടന എന്ന് ഇപ്പോ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ? ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഫോണിന് നിങ്ങളിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയായിരിക്കും? നമ്മൾ ഫോണിനെ യൂസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും ആ ഒരു ചേഞ്ച് ഉണ്ടാക്കുക. സോ എന്തൊക്കെയാണ് നമ്മളെ ഫോണിലേക്ക് അടുപ്പിക്കാനുള്ള കാരണങ്ങൾ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കുട്ടി ഫോൺ എടുക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞത്, അവൻ ചെറുപ്പത്തിലെ തൊട്ടിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല. ഓക്കെ, അപ്പൊ അച്ഛനമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് അവന് അവിടെ ഉള്ള കൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോണായിരുന്നു.
അച്ഛനമ്മയും വൈകിട്ട് വളരെ വൈകിയാണ് വരുന്നത്. പിന്നെ അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കുറച്ചു നേരം പോലും അവന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ അവര് വീണ്ടും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു. ഒരു ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ. അപ്പൊ അവന് കിട്ടുന്ന ടൈം അവൻ എന്താ ചെയ്യുന്നേ? ആ ഫോൺ എടുക്കുന്നു. ആ ഫോണിലുള്ള ഫ്രണ്ട്സായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ വിഷമങ്ങൾ പറയുകയും അതുപോലെ അവന് എന്തൊക്കെ സന്തോഷങ്ങൾ അതിൽ നിന്ന് കിട്ടുവോ അതൊക്കെ അവൻ ഫോണിലൂടെയാണ് കണ്ടെത്തിയിരുന്നത്. അപ്പൊ അവന് റിലേഷൻഷിപ്പുകളൊക്കെ കിട്ടിയിരുന്നത് ഫോണിൽ നിന്നാണ്. അവന്റെ ഫ്രീ ടൈം അവന് ഫോണിലാണ് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോ അവിടെ ആ ഒരു കുട്ടീനെ നമുക്ക് എന്താ പറയാൻ പറ്റുക, അവന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവനൊരു ഫോണിന് അഡിക്റ്റ് ആയതിനുള്ള ചെറിയ റീസൺ എന്നല്ല, മെയിൻ ആയിട്ടുള്ള റീസൺ ആരായിരിക്കും? പാരന്റ്സ്. ഉറപ്പായിട്ടും പാരന്റ്സ് ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നലായിട്ടുള്ള ഒന്നാമത്തെ കാരണം ഒറ്റപ്പെടലാണ്. അതായത് ഒറ്റപ്പെടൽ വരുമ്പോൾ എന്തുണ്ടാവുക? അവന്റെ ഇമോഷണൽ, അതെ, നമ്മുടെ എല്ലാ ഫിസിക്കൽ നീഡും അതുപോലെ തന്നെ നമുക്ക് ഫുഡും ഷെൽട്ടറും ഒക്കെ ഉള്ള പോലെ ഈ ഒരു നീഡും എന്താണ്? ഇമോഷണൽ നീഡും നമുക്ക് ആവശ്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഒറ്റപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ ഫോണാണ്. നമുക്കതിലില്ലാത്ത ആപ്പുകളില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്റർനെറ്റ് നല്ലോണം ഉണ്ട്. നമ്മൾക്കിത് ഈസിലി അവൈലബിൾ ആണ്. എപ്പോ വേണമെങ്കിലും ഇത് ആക്സസിബിൾ ആണ്. ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണ്, അല്ലെ? കൊറോണ കഴിഞ്ഞ പിന്നെ എല്ലാ കുഞ്ഞു പിള്ളേരിൽ തൊട്ടിട്ട് ഫോൺ ഉണ്ട്. അപ്പം ഫോൺ മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു എന്താ, ഈ ഒരു ഫോണിനെ full ആയിട്ട് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഫോൺ അഡിക്ഷനെ മാറ്റിയേ പറ്റൂ, അല്ലെ? സോ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഫോണിലേക്ക് പോണത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിലൊരു കാര്യമാണ് പറഞ്ഞത്, ഈ ഒറ്റപ്പെടലും അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ട്, അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഫോണിനെ അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെന്താ? ഒരു ഇതിന് വേണ്ടിയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? ഇപ്പം എനിക്ക് ഒരു എന്റർടൈൻമെന്റ് ഒന്നും ചെയ്യാനില്ല, റീൽസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റീലുകൾ എന്തോരം റീലാ കാണാൻ പറ്റുക. ഈ അൽഗോരിതം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് നമ്മൾക്ക് ഏത് കണ്ടന്റ് ആണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് തരും, അല്ലെ? നമ്മൾ ചിലപ്പോൾ പറയുന്നത് പെട്ടെന്ന് അതിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലെ? നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതെനിക്ക് കൊണ്ടുതരുന്നു. ഞാൻ ഒരെണ്ണം കണ്ടു, ലൈക്ക് അടിച്ചു, പിന്നെ ഫുള്ള് എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് അവർ തരുന്നത്, അല്ലെ? നമ്മുടെ വീട്ടിൽ പോലും അത് തരുന്നില്ല, ഫോൺ അത് തരുന്നു, അല്ലെ? കുട്ടികൾ അങ്ങനെയല്ലേ ചിന്തിക്കുക? എനിക്ക് വീട്ടിൽ അത് കിട്ടില്ല, ഫോൺ വരെ എന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ചിന്ത. അപ്പൊ അവിടെ എന്താ? എന്റർടൈൻമെന്റും അതുപോലെ എന്റെ കൺവീനിയൻസിനനുസരിച്ച് എനിക്ക് അത് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്റെയാണ്. അപ്പൊ എനിക്ക് എന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാനും എന്റെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് വളരെ എന്താ പറയാ, വലിയൊരു സംഭവമായിട്ട് തന്നെ ഇരിക്കും. പിന്നെന്താ? എനിക്കൊരു ഹോബി ഇല്ല. എനിക്ക് ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹോബീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഫോൺ എടുക്കുന്നു, ഇരിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനോ പറയാനോ ഒരു കാര്യങ്ങളില്ല. അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? ഞാൻ അതിലേക്ക് ഇരിക്കുന്നു. ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനുണ്ടാവില്ല. നേരെ വരുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഫോണിൽ നോക്കിയിരിക്കുന്നു, അല്ലെ? പിന്നെന്താ? പിയർ പ്രഷർ. അതായത് കുട്ടികളില് ഇതുപോലെ തന്നെ ഒരു കുട്ടി എന്താ ഫോൺ എടുത്തേന്ന് ഞാൻ ചോദിച്ചു നോക്കി. അപ്പൊ അവന് പറഞ്ഞത്, എന്റെ കൂട്ടുകാരെല്ലാവരും പബ്ജി കളിക്കും. ഇപ്പോ ഞാൻ പബ്ജി കളിക്കില്ലായിരുന്നു. പക്ഷെ അവര് എന്നെ കളിയാക്കി, അയ്യേ നീ മാത്രം എന്താ പബ്ജി കളിക്കാത്തെ? നിനക്ക് ഞങ്ങളോടൊപ്പം കൂടിക്കൂടെ? നിനക്ക് കളിച്ചൂടെ ഞങ്ങളോടൊപ്പം എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്താ വരുന്നത്? അയ്യോ, അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, അത് ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിക്കും, അപ്പോ പബ്ജി കളിക്കാതിരുന്നെങ്കിൽ അത് മോശക്കേടാണോ, അല്ലെ? ഈ അഡോളസെൻസ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷൻ പീരീഡ്, അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസെൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താ ഞാൻ എന്താണ്, ഒരു സെൽഫ് കോൺസെപ്റ്റും ഒരു സെൽഫ് കൺഫ്യൂഷനും ഒക്കെ ആ ഒരു ടൈമിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ടൈമിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അല്ലെ? പിന്നെ അതുപോലെ എന്താ? അപ്പൊ ഈ പിയർ പ്രഷർ മൂലം എന്ത് ചെയ്യുന്നുണ്ട്? കുറെ പേര് എന്തിലേക്ക് പോകുന്നുണ്ട്? ഈ ഫോൺ അഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പിന്നെന്താ? പിന്നെ പല കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ബോറടിക്കുമ്പോൾ, അല്ലെ? നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുറന്നു പറച്ചിലില്ല. പകരം എന്താ? ഒരു ഫോൺ എടുക്കുന്നു, പോകുന്നു, അല്ലെ? വാതിൽ കൊട്ടിയടിക്കുന്നു, അതിന്റെ ഉള്ളിൽ അവന് കിട്ടേണ്ട എല്ലാ എന്റർടൈൻമെന്റ്സും കിട്ടുന്നു, കടന്നു പോകുന്നു. പക്ഷെ പണ്ട് ആ ഒരു ഫോൺ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വന്ന് തിരിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ. അപ്പം പലതിൽ നിന്നും എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ഫോണിലേക്ക്
പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം ഇനി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാലോ? എന്തുകൊണ്ടായിരിക്കാം ഫോണിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആവാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കാം? എന്തമ്മ ഒന്നോട് പറയോ? അതായത് നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ഫോണിലേക്ക് കൂടുതൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഫോൺ ഇത്രയും അട്രാക്ട് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇത്രയധികം ഫോൺ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ആ. അപ്പം ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം എന്താ പറയാ, എന്തുകൊണ്ടായിരിക്കാം അവരെ ഇങ്ങനെ ഫോണിലേക്ക് അഡിക്റ്റ് ആക്കുന്നതെന്ന് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തായിരിക്കും? പറഞ്ഞ പോലെ ചുറ്റുപാടും ഒക്കെ റിലേഷൻസും എൻഗേജ് ചെയ്യാൻ കാര്യങ്ങളില്ലാത്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെ അതെ, ഷാൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു റീസൺസ് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ആണ്. ഓരോരുത്തർക്കും ഫോണിന് അഡിക്റ്റ് ആവാനായിട്ട് അവരുടേതായ റീസൺസ് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് അതിൽ കോമൺ റീസൺസ് ആണ്. ഇനി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോണിൽ കൂടുതൽ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തൊക്കെ സംഭവിക്കാം? മറവി ഉണ്ടാവും. വെരി ഗുഡ്. പിന്നെ സ്ട്രെസ് ഉണ്ടാവും. അറ്റൻഷൻ സ്ട്രെസ് സ്പാൻ ഉണ്ടാവും. കുറയുന്നതായിട്ട് കുട്ടികൾക്കൊക്കെ അറ്റൻഷൻ സ്പാൻ കുറയുന്നതായിട്ട് പറയാറുണ്ട്. yes. ഉറക്കത്തിന്റെ കുറവ്. ഉറക്കത്തിന്റെ കുറവ്. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ. ഫുഡ് പോലും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ അതെ. ആണെങ്കിൽ, വെള്ളം കുടിക്കാതെ. പിന്നെ ഈ പെടലി വേദന അതെ അതെ. Spondylitis. ഓക്കെ, അപ്പം ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളതും ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ വരുന്ന ഒരു ഫാമിലിയിൽ വരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ബ്രേക്കാണ്. അവിടെ ഒരു വിള്ളലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസിയാണ്. അവർക്ക് അവരുടേതായ ജോലി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? തിരിച്ചു വന്ന് കഴിയുമ്പോൾ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാതെ നേരെ എന്താ ചെയ്യുന്നത്? ഫോൺ എടുക്കുന്നു, 2 ദിശകളിലായിട്ട് ഇരിക്കുന്നു, അതിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് നിർത്തുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ലവ്, കെയർ, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ 5 ഉണ്ടെന്ന് പറയാം. ഏതാണ്? കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് വരുന്നത്? ഈ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ടൈം കട്ടെടുക്കുന്ന ഒരു വില്ലനാണ് ശരിക്കും പറഞ്ഞാൽ ആര്? നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെ? ആ ഒരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവര് എന്ത് ചെയ്താനെ? സംസാരിച്ചാനെ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരു കേസ് ഉണ്ട്. അപ്പൊ ആ ഒരു കേസിന്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് എപ്പോഴും ഫോണിലാണ്. അപ്പം പാർട്ട്ണർക്ക് എന്താ വേണ്ടത്? കുറച്ചു നേരം ഹസ്ബൻഡിന്റെ ഒപ്പം ഇരിക്കണം, സംസാരിക്കണം. അത് ആളുടെ ഒരു ആഗ്രഹമാണ്, അതിൽ തെറ്റില്ലല്ലോ. അപ്പം എന്താ ഉണ്ടാവുന്നത്? ഹസ്ബൻഡ് അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് എന്ത് തോന്നും? എന്തീ ഫോണിൽ ഇത്ര അധികം കാണാനായിട്ട് അല്ലെ? എന്നോട് സംസാരിക്കാൻ സമയമില്ല, അവിടെ ഇരുന്ന് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും അതില് എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? എന്തായിരിക്കും എന്റെ ഭർത്താവ് ആ മൊബൈലിൽ ഇത്രയധികം ചെയ്യുന്നത്? എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്തായിരിക്കും എന്നുള്ളത് അല്ലേ? കാരണം ഓരോ ദിവസം ചെല്ലും തോറും അതിലേക്ക് കൂടുതൽ ഭർത്താവ് അഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പാർട്ട്ണർക്ക് വേണ്ട ടൈം ഒന്നും കൊടുക്കാതെ ആവുന്നു. പതിയെ പതിയെ എന്തിലേക്ക് ചെന്ന് അത് അവസാനിക്കുന്നു? ഡിവോഴ്സിലേക്ക്. പക്ഷെ എന്താ? ചെറിയൊരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുള്ളൂ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വലുതാക്കി എന്താ ചെയ്യാതെ മതി, ആ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അവിടെ ട്രസ്റ്റ് ഇഷ്യൂ വന്നു, ലവ് ചെയ്യാനുള്ള ടൈം ഇല്ല. കെയർ ഒക്കെ കിട്ടുന്നത് ആർക്കാ? കയ്യിൽ കൊണ്ടു നടക്കുന്നത് ആരാ? ഫോൺ അല്ലേ? അതുപോലെ എന്താ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? എവിടെ അണ്ടർസ്റ്റാൻഡിങ്? ഫോൺ അല്ലേ കയ്യില്? അപ്പം ഇതൊക്കെ പോകുമ്പോ എന്താ പറയാ, അതില് ആരാ മെയിൻ ആയിട്ട് ഇപ്പോ ആ ഒരു ട്രാപ്പിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ആരാ? നമ്മളാണ് അല്ലെ? നമ്മുടെ റിലേഷൻഷിപ്പ് ആണ്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ഇത്തിരി നേരം മെയിൻ ആയിട്ട് അവരെന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ പണിയെടുത്ത് വന്നിട്ട് വയ്യാണ്ടായിട്ട് ഒരു ഇത്തിരി നേരമല്ലേ ഈ ഫോണിൽ ഇരിക്കണുള്ളൂ എന്ന് പറയും. പക്ഷെ അത് എന്ത് ചെയ്യും? ബെഡിലേക്ക് നമ്മൾ ഉറങ്ങണ വരെ ആ സംഭവം നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ? അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് തകർക്കാനായിട്ട് ആ ഒരൊറ്റ സാധനം മതി. ഇനി
വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ, കുട്ടികള് പണ്ട് എങ്ങനെയാ നമ്മള് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? കാക്കേനെയും അവിടെയും കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? കുട്ടി കരഞ്ഞോ, കരയാണ്ടിരിക്കാൻ എങ്ങനെയും ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം. അപ്പൊ എന്താ, ആ ഫോൺ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അവിടെ സുഖമായിട്ട് ആ ഫോണും കണ്ടോളും. നമുക്കൊരു തലവേദനയും ഇല്ല, അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. ഫുഡൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അത് കഴിച്ചോളും അല്ലെ. എന്തൊരു എളുപ്പാ. പിന്നെ അവൻ എന്താ, അവൻ കരയുമ്പോ അവന് ഫോൺ കിട്ടുന്നു, അവൻ സന്തോഷിക്കുന്നത് ഫോണിലൂടെ, അവൻ ഫുഡ് കഴിക്കുന്നത് ഫോണിലൂടെ. എന്നിട്ട് അവസാനം വന്നിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയും, എന്റെ മോൻ എന്നോട് മിണ്ടുന്നില്ല, എന്റെ മോന് എന്നോട് ഒന്നും ഓപ്പൺ ആവുന്നില്ല, എന്റെ മോൻ ഫുഡ് കഴിക്കുമ്പോൾ ഫോണാണ് കയ്യില്, എന്റെ മോൻ ബാത്റൂമിൽ പോകുമ്പോ ഫോണാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 100,000 കുറ്റങ്ങൾ പറയും. പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ആളാരാ? ഈ പറഞ്ഞ ഞാൻ തന്നെയാ. അവിടെ ഇരുന്ന് പറയണ ഞാൻ തന്നെയാണ് അല്ലെ. എന്റെ കുട്ടിക്ക് ആവശ്യമുള്ള ടൈമിൽ ഞാൻ കെയർ കൊടുത്തില്ല, എന്റെ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാനായിരുന്നില്ല, ഞാൻ കൊടുത്തത് ഫോണായിരുന്നു. അതിനുശേഷം ഒരു ഏജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, സോ അവിടെയും എന്താ സംഭവിക്കുന്നത്, ആ റിലേഷൻഷിപ്പ് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യത്വം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്തിനോ വേണ്ടി, അതായത് എന്തോ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അല്ലെ. അവിടെ അതെ, അതെ, അതെ. മനുഷ്യത്വം ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം വേഗം വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ഒരു അതെ ട്രെൻഡ് ആയി. എന്തുകൊണ്ടത്? അവിടെ എന്താ നമ്മൾ മറന്നു പോണത്, നമ്മളൊരു മനുഷ്യനാണെന്നും നമ്മളവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതാണെന്നും നമ്മളവിടെ എന്താ എന്തെങ്കിലും അവിടെ ചെയ്യേണ്ടതില്ലേന്നും അല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് എന്താ, ഇന്നത്തേക്കുള്ള ഒരു കണ്ടന്റ് ആയി അല്ലെ, അത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ് എനിക്ക് കുറെ ലൈക്കായി, എനിക്ക് കുറെ കമന്റ്സ് കിട്ടി, ഞാനെന്തോ വലിയ ആളായി എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ് അല്ലെ. പുതിയൊരു കാര്യം ഞാൻ അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തു. അതേസമയം ഞാൻ അവിടെ ചെയ്യേണ്ട എന്റെ ഡ്യൂട്ടീസ് ഞാൻ മറന്നു പോകുന്നുണ്ട്, എന്റെ മനുഷ്യത്വം ഞാൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കണില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഫോൺ ഈ ഫോണിന്റെ യൂസ് കൂടുമ്പോൾ, ഈ ഒരു ഫോൺ അഡിക്ഷൻ ഉണ്ടാവുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഫോൺ എന്ന് പറയുന്നത് നമുക്കൊരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്? സക്സസിലേക്കുള്ള ഒരു ടൂളാണ്. അതൊരിക്കലും ഒരു ട്രാപ്പ് ആക്കരുത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്ട്സ് ഈ ഒരു ഫോണിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ മാതിരി നമുക്ക് നോക്കാം, മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും അല്ലെ. നമ്മൾ ഫോൺ എടുക്കുന്നു, സോഷ്യൽ മീഡിയ തുറക്കുന്നു, എന്തൊക്കെയാ കാണുന്നേ? നമ്മളപ്പോ നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ വെച്ചിട്ട് കമ്പയർ ചെയ്യും. എന്താ കമ്പയർ ചെയ്യുക? അയ്യോ, അവർക്ക് എന്തോരോ കാര്യങ്ങളുള്ള, അവർക്ക് സക്സസ് കാര്യങ്ങൾ, എനിക്കൊന്നുമില്ല. അവിടെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ചു അല്ലെ. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് പോയി. എന്നെ കാണാൻ ഭംഗിയില്ല, അവര് പോയി അത് ചെയ്യുന്നു, മുഖത്ത് അത് ചെയ്യുന്നു, മുടി വെക്കുന്നു, കാര്യങ്ങൾ വെക്കുന്നു. നമ്മൾ നമ്മളിലേക്ക് നോക്കണില്ല, നമ്മൾ കിട്ടുന്നത് എന്താ? ഫോണിൽ എന്താ ഇത് കാണുന്നത്? ഇത് മൊത്തം ഇതാണ്. അപ്പൊ തന്നെ നമുക്കൊരു ഇൻസെക്യൂരിറ്റിയാ അല്ലെ. പിന്നെന്തായി? ആൻഷ്യസ് ആയി, എനിക്കൊന്നുമില്ല. പിന്നെ അവിടെ ആൻസൈറ്റി സ്റ്റാർട്ട് ചെയ്തു, സ്ട്രെസ് ആയി. സ്ട്രെസ് മാനേജ്മെന്റിന്റെ ക്ലാസ് പറഞ്ഞു, എന്താ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു. അവിടെ നമുക്ക് ഈ ഒരു ഫോണിൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ റിയൽ അല്ലാത്ത പല കാര്യങ്ങളും കാണും. അത് റിയൽ ആണെന്ന് വിശ്വസിക്കും, അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യും, നമുക്കില്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യും. ഉള്ളത് എന്താണെന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ എന്താവും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം അത് ബാധിക്കും. പിന്നെന്താ, ഫോണൊന്ന് കുറച്ചു നേരം കുട്ടിയുടെ ഒന്ന് മേടിച്ചു നോക്കിയേ, എന്താ ഉണ്ടാവുക? അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അല്ലെ. എൻ്റെ ഫോണിൽ പെട്ടെന്ന് ചിലരൊക്കെ ഇങ്ങനെ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട മാതിരി, ലഹരി കിട്ടിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതുമാതിരി അവർക്ക് കുറച്ചു നേരം ഫോണില്ലെങ്കിൽ അവർ വിറയ്ക്കാൻ തുടങ്ങും, അവർക്ക് ദേഷ്യം വരും, എന്താ ഇങ്ങനെ പെരുമാറണം, അവരുടെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങും അല്ലെ. അപ്പൊ അവരെന്താ, ഇറിറ്റേഷൻ വരും, ഫ്രസ്ട്രേഷൻ വരും, ഇംപേഷ്യൻസ്, ഒരു ക്ഷമയില്ലാതെയാവും. പിന്നെന്താ പറയാ, നമുക്ക് ഫോണിലേക്ക് എപ്പോഴും നോക്കിയിരുന്നാ ഈ ജിമ്മിലൊക്കെ പോണുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ ബോഡി സെറ്റ് ആക്കാനൊക്കെ ആയിട്ട് ഈ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ബോഡിയുടെ ഷേപ്പ് തന്നെ ചേഞ്ച് ചെയ്യും അല്ലെ. മെയിൻ ആയിട്ട് എവിടെയാ? ബാക്ക് മസിൽസിനൊക്കെ അത് എഫക്ട് ചെയ്യും. ഇനി പിന്നെ ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ എന്താ, ഫോണാ യൂസ് ചെയ്യണേ. സോ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും എങ്ങനെയെങ്കിലുമൊക്കെ അവർ കഴിച്ചോളൂ, കാരണം ടേസ്റ്റ് നോക്കാനുള്ള
ടൈമില്ല. കാരണം അവർ ഫോണിൽ കൂടുതൽ നോക്കുന്നത് ഇന്നത് ടേസ്റ്റ് ഇല്ലാന്നോ, അല്ലെങ്കിൽ അത് ആരുണ്ടാക്കിയെന്നോ, അല്ലെങ്കിൽ ആ ഫുഡ് കഴിക്കുമ്പോ എന്നെ ആരെങ്കിലും നോക്കണുണ്ടോ, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ, എനിക്ക് ആരെങ്കിലോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഒന്നും ഇല്ല. എന്താണ്, ഫുഡ് കഴിക്കുന്നു, എങ്ങനെ ഫുഡ് കഴിക്കുന്നു, ഫോൺ കയ്യിലുണ്ട്, എന്തിനോ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ ഏതാ, സ്ലീപ്പ് അല്ലെ. അതെന്താ ഉദ്ദേശിക്കുന്നേ, നമ്മള് നമ്മുടെ എന്താ പറയാ, ഇന്ന് രാത്രി കിടക്കുമ്പോ ഒന്ന് നോക്കി നോക്കുക, നിങ്ങൾ എത്ര ടൈം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ. ഫോൺ എന്ത് ചെയ്യും, നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കും, പബ്ജി, അതുപോലെ തന്നെ എന്താ ഫ്രീ ഫയർ, അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ അവര് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് എത്ര മണി വരെ, 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് കളിക്കുന്നത്. ഈ രാത്രി മൊത്തം ഇരുന്ന് കളിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് മോർണിംഗിൽ ക്ലാസ്സിൽ പോയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? അവർക്ക് ഉറക്ക ക്ഷീണത്തിലായിരിക്കില്ലേ. അവര് ഈ രാത്രി മൊത്തം അവരിരുന്നിട്ട് ഈ ഫോണിൽ ഇരുന്ന് കളിച്ചിട്ട് രാവിലെ ചെന്നിട്ട് എങ്ങനെയാണ് അവർക്ക് ഒരു നല്ലൊരു ക്ലാസ് കേട്ടിരിക്കാൻ പറ്റുക? എങ്ങനെയാണ് അവർക്ക് ചിന്തിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ പതിയെ പതിയെ എന്തായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിങ്ങളെ കിഡ്നി പോയിട്ടുണ്ടാവും, പിന്നെ എന്ത് വരും, സ്ട്രോക്ക് വന്നു തുടങ്ങും. ഓക്കെ, അങ്ങനെ സ്ലീപ്പ് സർക്കിളെ തെറ്റും അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലീപ്പ് സർക്കിൾ എന്ന് പറയുന്നത് 4 hour അതായത് ഒരു 8 hour എങ്കിലും നമ്മൾ ഉറങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ എന്താ, നമ്മുടെ സ്ലീപ്പ് തന്നെ പോവാണ് അല്ലെ. അപ്പോ അത് പിന്നീട് വലിയ ഗുരുതരമായിട്ടുള്ള ഫിസിക്കൽ, അതായത് നമുക്ക് വലിയ അസുഖങ്ങളിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടെത്തിക്കും. നമ്മൾ വിചാരിക്കും രാത്രി കുറച്ച് സമയം ഇരുന്ന് കളിച്ചു കാര്യങ്ങൾ കുറെ നാളിങ്ങനെ പോകും, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിന്റെ എഫക്റ്റുകൾ കണ്ടു തുടങ്ങാനായിട്ട് തുടങ്ങാം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് സർക്കിൾ അവരുടെ തെറ്റും. പിന്നെ എന്താണ് അടുത്തത്, എന്താണ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന് എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും? കണ്ണിനോ? ഇങ്ങനെ I കൂടുതൽ see. നമ്മൾ ഫോൺ യൂസ് ചെയ്ത് കണ്ണിന് കഴിഞ്ഞാൽ കാഴ്ചക്കുറവ് വരും, കാഴ്ച പിന്നെ കുറയും. കണ്ണ് ഡ്രൈ ആകും. ആ ചിലർക്കൊക്കെ കണ്ണില് വെള്ളം വന്നാൽ അത് തുടച്ചിട്ടിരുന്ന് അത് അത്രയും ഇമ്പോർട്ടന്റ് ആണല്ലോ, എന്തോ വലിയ സംഭവമാണല്ലോ. അപ്പൊ ഈ കണ്ണില് വെള്ളം വന്നാലും ആ കണ്ണിന് റെസ്റ്റ് വേണ്ട ടൈമിലാണ് അത് വെള്ളം വരുത്തുന്നത്. എന്നാലും അത് തുടച്ച് വീണ്ടും മണിക്കൂറോളം ഇരുന്ന് എന്ത് ചെയ്യും, ഫോൺ വാച്ച് ചെയ്യും. പിന്നെന്താ, ചിലർക്ക് ബ്ലർ ആയിരിക്കും, വിഷൻ കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. പിന്നെ എന്തുണ്ടാക്കും, ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്തുണ്ടാക്കും, ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവും. പിന്നെന്താ, മാർക്ക് കുറയും, അവർക്ക് അക്കാദമിക്കലി പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഫുൾ ടൈം ഫോണിൽ നോക്കുന്ന ആൾക്ക് എങ്ങനെയാണ് അക്കാദമിക്കലി നല്ല ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അവന് സ്കൂളിൽ നിന്ന് എങ്ങനെയായിരിക്കും നല്ല മാർക്ക് കിട്ടുമോ? അവൻ രാത്രി മൊത്തം ഫോണിലാണ്, വരുമ്പോ മൊത്തം ഫോണിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാ അവന് നല്ല മാർക്ക് കിട്ടുക? കിട്ടുമോ? ഇല്ല. അപ്പൊ അവന്റെ പഠിപ്പിനെ അത് വളരെയധികം ബാധിക്കും. പഠിപ്പിൽ മാത്രമല്ല, പതിയെ പതിയെ അവന്റെ ബിഹേവിയറിലും അവന്റെ ഹെൽത്തിലും മൊത്തത്തില് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഫോൺ അഡിക്ഷൻ. നമ്മൾ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന ഈ ഒരു കാര്യം വളരെ വളരെ എന്താണ്, അത്രയും ഡേഞ്ചറസ് ആണ്. നമ്മളുടെ ലൈഫ് തന്നെ അത് ഇല്ലാണ്ടാക്കി കളയും. അപ്പം ഈ ഒരു പെർഫോമൻസിലല്ലേ കുറവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല, പതിയെ അത് അവന്റെ ബിഹേവിയർ പാറ്റേണിലും മൊത്തത്തില്, അതുപോലെ അവന്റെ ഹെൽത്തിലും ഒക്കെ മാറ്റം ഉണ്ടാക്കും. പിന്നെന്താ, ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, വീട്ടിലുള്ള ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും, അവരോട് സംസാരിക്കുവോ? സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇല്ല. അവർക്ക് ഇഷ്ടമാവില്ല ആര് തരുന്നത്. ഇഷ്ടാവില്ല. പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് ആ ആരെങ്കിലും വരാൻ കാത്തു നിൽക്കും, ഓടി ചെല്ലും. അതെ, വല്ല മിഠായോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് കാത്തിരിക്കും. അല്ല, ആരെങ്കിലും വന്നു കഴിയുമ്പോ അതെടുക്കാനാണെങ്കിലും അവര് പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിക്കും. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കേട്ട് നോക്കുമ്പോൾ പറയും, ഇത് വലിയൊരു കാര്യം, അതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് അവര് ആരെങ്കിലും വരട്ടെ, ആരെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും പറയട്ടെ, ഞങ്ങൾക്ക് ഈ ഫോൺ മതി. അവരൊന്ന് വന്ന ഒരു എന്താ പറയാ, നമ്മൾ അത്രയും വിളിച്ചിട്ട് വേണം അവരൊന്ന് പുറത്തേക്ക് വരാനും, അവരോട് ഒരു വാക്ക് മിണ്ടാനോ. വാക്ക് മിണ്ടാൻ തന്നെ അവർക്ക് എന്തോ ഒരു ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. പിന്നെന്താ, അപ്പൊ അങ്ങനെയുള്ളവരെന്താ, അവരാഗ്രഹിക്കുന്ന എന്തോ ഒറ്റയ്ക്ക് ഒന്ന് നിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഐസൊലേഷൻ അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും,
മെയിനായിട്ട് അവർക്ക് ഈ പബ്ലിക്കില് ചെന്ന് സംസാരിക്കാൻ അതിനൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ഒരു ഫോൺ ഇതുണ്ടെങ്കിൽ അവർ ഓക്കെയാണ് അല്ലെ. അവർ പതിയെ പതിയെ എന്താ പറയാ ഐസൊലേഷൻ ആവുകയും പിന്നെ എന്താ ഈ പറഞ്ഞ ആളുകൾക്കാണ് ഈ പബ്ലിക്കിൽ അവർക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റാത്തത്. കാരണം എന്താ അവരങ്ങനെ സ്പീക്ക് ചെയ്തിട്ടില്ല, അവരങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇവൻ വീട്ടിലുള്ള ആളുകളോട് പോലും സംസാരിക്കുന്നില്ല അല്ലെ. അതുപോലെ ഒരു വീട്ടിലൊരാൾക്കാർ വന്നാൽ പോലും എങ്ങനെയെങ്കിലും വാതിലടച്ചിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും അവരൊന്ന് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരായിരിക്കും. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു പബ്ലിക്കിനെ ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റുക? പിന്നെന്താ അപ്പൊ ഒരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് എങ്ങനെ അത് സൊല്യൂഷൻ ചിന്തിക്കണമെന്ന് പോലും അവർക്ക് പറ്റില്ല. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിനായിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഫോക്കസ് കിട്ടില്ല. മാം പറഞ്ഞായിരുന്നു അത്. എന്താ നമുക്കത് എന്താ പഠിക്കണെന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അറ്റൻഷൻ സ്പാൻ ഒട്ടും ഉണ്ടാവില്ല. കാരണം അവർക്ക് എന്താ ഒരുപാട് കണ്ടന്റുകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പം എന്താ ചെയ്യാൻ പറ്റില്ല, ബ്രെയിൻ അതൊക്കെ പ്രോസസ്സ് ചെയ്ത് ബ്രെയിന് എന്താ പറയാ ഒരു ലിമിറ്റില്ലേ, ഈ കണ്ടന്റുകൾ അത് ഓരോ സെക്കൻഡിലും കണ്ടന്റുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നേ, അപ്പൊ അവിടെ അവന്റെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ തലയിലേക്ക് ചെല്ലാണ്. അത് പിന്നെ എന്താവും, അവിടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കും, കോൺസെൻട്രേഷൻ കുറയ്ക്കും, ഫോക്കസ് പോവും, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്താ പറയാ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, വർക്കിൽ ഫുള്ള് പ്രശ്നങ്ങളാവാൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ പെർഫോമൻസിലും എല്ലാത്തിലും എന്ത് ചെയ്യാൻ തുടങ്ങും, ചേഞ്ചസ് വരാൻ തുടങ്ങും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, കണ്ണടച്ചിരിക്കും, ഇത് അതിന്റെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? No. അല്ല, ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവൻ നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ളൊരു കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഫോണിൽ അഡിക്റ്റഡ് ആണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് ഈ എന്താ പറയാ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും അല്ലെ. അപ്പം നമുക്ക് ഈ ഫോണിൽ നിന്ന് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അവരെ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ പതിയെ പതിയെ അവരിൽ വലിയ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാനായിട്ട് പറ്റും, സാധിക്കും, എന്തായാലും ഉറപ്പാണത്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു ഫോൺ അഡിക്ഷൻ എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം? കുട്ടികളിലാണോ? കുട്ടികളിലോ മുതിർന്നവരിലോ? മുതിർന്നവര് സ്വയം ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാ മൊബൈലിൽ അഡിക്റ്റ് ആയി മുന്നോട്ട് പോകുന്നത്? അവർക്കൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിസയർ ഇല്ല, ഒന്നുമില്ല, ഒരു ഗോൾ ഇല്ല, ഒന്നുമില്ല. ഉം ഓക്കെ, എന്തുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യാതെ ഓരോരുത്തർ അവരവരുടെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു ഉം എന്നൊരു ചോദ്യം ചോദിച്ചാല് ഈ ഉപയോഗിക്കുന്നവരും മറിച്ച് ചിന്തിക്കും, ശരിയാണ്, അതെ 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 എന്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നില്ല? അവർക്ക് വ്യക്തമായ ഗോൾ ഉണ്ട്, അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് അവരിവിടെ ജീവിച്ചു മരിച്ചു എന്നതിനൊരു ഒരു ഉത്തമ മാതൃക ഉണ്ടാക്കണം എന്നുള്ള ഒരു തോട്ട് അവർക്കുണ്ട്. അതെ അതെ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇങ്ങനെ സമയം കളയാൻ ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ ജാസ്മിൻ മാം, താങ്ക് യു മാം. അപ്പൊ മാം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തന്നെ നമ്മളിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് പറയണം നീ ഫോൺ അഡിക്ഷൻ ആണ്, നീ അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കാര്യമില്ല. അവർക്ക് തന്നെ തോന്നണം ആദ്യം തന്നെ എനിക്കൊന്ന് എന്ത് ചെയ്യണം, എനിക്ക് മാറണം. എന്തുകൊണ്ട് മറ്റുള്ളവർ, മാം പറഞ്ഞ മാതിരി എന്തുകൊണ്ട് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം യൂസ് ചെയ്യുന്നു, ഞാൻ ഈ ഫോണിൽ നോക്കുന്ന ടൈം അവരവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിവിടെ ഫോണിൽ രാത്രി മൊത്തം ഉറക്കൊളിച്ച് ഗെയിമും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ രാത്രിയിൽ പകുതി സമയം യൂസ് ചെയ്യുന്നത് അവരുടെ സക്സസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതിന് ആദ്യത്തെ കാര്യം ഒരു റൂട്ടീൻ. നമ്മുടെ എന്താ പറയാ ഇപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞല്ലോ, അവര് എന്താ ഇങ്ങനെ വരുന്നു, ക്ലാസ്സിൽ നിന്ന് വരുന്നു, അവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പൊ കുട്ടികളുടെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫ്രീ ടൈം അവർക്ക് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അവര് തന്നെ ഉണ്ടാക്കിയെടുത്ത റൂട്ടീനാണ്. അവർ ഫോൺ എടുക്കുന്നു, പോകുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കാരണം പാരന്റ്സ് വീട്ടിലില്ല,
ഓക്കെ. അപ്പൊ ആ കുട്ടിക്ക് കുട്ടിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവന്റെ റൂട്ടീൻ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇന്ന സമയം ഇന്നത് ചെയ്യണം എന്നുള്ള അവന്റെ റൂട്ടീൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യിപ്പിക്കുക. പതിയെ പതിയെ. അത് എളുപ്പം പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നീ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവന്റെ പാരന്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യാ, വീട്ടിൽ നിന്ന് വരുന്നു ഇന്ന ടൈമിൽ നീ ഇപ്പൊ വീട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് അവന്റെ ഹോബീസ് ഉണ്ടായിരിക്കാം. ആ ഹോബീസിലേക്ക് കൊണ്ട് ചേർത്താം അല്ലെ. ഇപ്പൊ നീന്തലുണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഫോൺ എടുത്ത് ഇവിടെ ഇരുത്താനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഗേൾസിനെ പോലെ തന്നെ ബോയ്സിന് ഇപ്പോഴത്തെ കുറെ കേസുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ഗേൾസിന്റെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോ ഇപ്പൊ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോയ്സിലേക്കാ, ചെറിയ ആൺകുട്ടികളിലേക്കാ. അപ്പം ഈ സെക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ ചെറിയ ചെറിയ ആൺകുട്ടികളെയാണ്. അപ്പം നമുക്കൊന്ന് വിശ്വസിച്ച് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ നാളെ എന്താ പറയാ, ഒരു കുട്ടീനെ എന്താ പറയാ ഇങ്ങനെ ഒരു ചെറിയ പയ്യനാണ്. അപ്പൊ അവനിങ്ങനെ കൊണ്ടുപോയി സെക്ഷലി എന്തൊക്കെ കൊടുത്ത് അവൻ സെക്ഷലി യൂസ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്നപ്പോ അവൻ പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ വിചാരിച്ചു നിനക്ക് നടന്നതിന്റെ ഒക്കെ കാര്യങ്ങളായിരിക്കും, കാരണം അവനൊന്നും ഓർമ്മയില്ല എന്തുണ്ടായി എന്നുള്ളത്. സോ ഒക്കെ വിട്ട് കഴിഞ്ഞു. പക്ഷെ അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ആന്റിയുടെ ഒപ്പം ഷോപ്പിങ്ങിനാണ് പോയത്. അപ്പം പകുതി എത്തി കഴിഞ്ഞപ്പോ 5-6 ആണുങ്ങൾ കയറി. അപ്പം അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു, വീട്ടിലേക്ക് ആന്റി തിരിച്ചു കൊണ്ടാക്കി. അപ്പൊ അവന് ആ ബോയ്സ് കയറിയത് അറിയാം, പക്ഷെ എന്തൊക്കെ അവിടെ നടന്നേന്നോ അല്ലെങ്കിൽ എന്താണ് അവനെ ഇതാക്കിയെന്നൊന്നും അവനൊരു ഓർമ്മയില്ല. പിന്നെ എന്ത് ചെയ്തു, അവൻ ക്ലാസ്സിലേക്ക് പോകുമ്പോ അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് അന്ന് ആ കാറിൽ കയറിയവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അമ്മോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, അവര് സ്കൂൾ മാറ്റി വേറെ. അപ്പൊ നോക്കിയപ്പോ അവിടെയും വന്നേക്കുന്നു. അങ്ങനെ ഇവന്റെ ഫുൾ ബോഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ ഇവിടെ ഒരു ചിപ്പ് വെച്ചേക്കാം. അങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ പലതരത്തിൽ നമ്മളുടെ കുട്ടികളെ ഇന്ന് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിലും ആളുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ പാരന്റ്സ് വിചാരിക്കുന്നതും അവരെ അപേക്ഷിച്ച് അത് ശരിയായിരിക്കാം. കാരണം കുട്ടികളെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് അവരുടെ ഹൗസ് ആണ്. ആ ഹൗസിൽ ഒരു ഫോൺ കൊടുത്തിരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ടെൻഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. സോ നമ്മളെ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ചിന്തയിൽ നിന്നും എങ്ങനെ സേഫ് ആക്കിയിട്ട് അവരെ എന്തെങ്കിലും അവരുടേതായ ഹോബീസിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട ഒരു ടൈം അടുത്തു കഴിഞ്ഞു. ഈ ഒരു എന്താ പറയാ, ഈ ഒരു റൂട്ടീൻ കൊടുത്താലും ആ കുട്ടിക്ക് കുറെ നാളുകൾ ചെല്ലുമ്പോൾ അവന്റെ ഹെൽത്ത് ഇഷ്യൂ, അവന്റെ ബിഹേവിയർ ഒക്കെ അവന്റെ മാറും. ഇതിനൊക്കെ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. ഓക്കെ. അപ്പം ഇത് ഗുരുതരാവസ്ഥയല്ല എന്നല്ല പറയുന്നത്. ഇതിനെ നമ്മൾക്ക് സേഫ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ സേഫ്റ്റി ഇന്ന് അവൈലബിൾ ആണ്. ആ സേഫ്റ്റിയിൽ നമുക്ക് ഇവന്റെ റൂട്ടീൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവനില് ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ, ഒരു ലിമിറ്റ് കൊടുക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ തന്നെയാണ് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നമ്മൾ ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്തൊന്ന് ഫോൺ മേടിച്ചു വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഞാൻ ദേഷ്യപ്പെടും. ഞാൻ എന്താ പറയാ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേഷൻ കാണിക്കും. എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് ആ കുട്ടിയുടെ നിന്ന് മേടിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, അവിടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. അതായത് ഓക്കെ നീ യൂസ് ചെയ്തോ, ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അതായത് നീ അത് യൂസ് ചെയ്തോ, അത് യൂസ് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ ഇന്ന ടാസ്ക് നീ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നീ ഇത്ര ടൈം നീ അത് യൂസ് ചെയ്യുക. അതായത് അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവന്റെ കുറച്ച് റീഡിങ്, വോക്കിംഗ് അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് അവന് തിരിച്ചുവിടാം. ദെൻ അത് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യാം, നിനക്ക് അത് യൂസ് ചെയ്യാം എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ കാര്യങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാ. ഫോൺ എന്ത് ചെയ്യാ, അത് പതിയെ പതിയെ അതിന്റെ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാ. ഓക്കെ. അപ്പൊ അവിടെ ഒരു ടൈം, ഒരു ലിമിറ്റ് ഇടാം. അതിപ്പോ നമുക്കായാലും മുതിർന്നവർക്കായാലും എന്ത് ചെയ്യാ, ആ ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ഇടാം. അത് നമുക്ക് ഇന്ന് ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. ഡെയിലി നമ്മൾ എത്ര ടൈം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ടൈം ലിമിറ്റ് ഇട്ടാൽ അവിടെ നമ്മളെ കാണിക്കും നിങ്ങളുടെ ടൈം കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്താ പിന്നെ അതുപോലെ വീടുകളിൽ നോ ഫോൺ ഈസ് ഓൺ എന്ത് വേണം, എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഒരു ഫാമിലി ടൈം അല്ലെ, ആ ടൈമിലൊക്കെ എന്ത് ചെയ്യണം, ഫോണുകൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ എന്താ പറയാ, നമ്മൾ പല്ലേക്കുമ്പോൾ, വാഷ്റൂമിൽ പോകുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന വേറെ കുറെ ടൈംസ് ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ അവിടെ ഫോൺ വേണ്ട. അത് ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ആദ്യം ഫോൺ എടുത്ത് വെക്കണം. അതിനുശേഷം മാത്രമേ എനിക്ക് എൻ്റെ കൊച്ചിനോട് പറയാൻ പറ്റുള്ളൂ നീ ഫോൺ യൂസ് ചെയ്യരുതെന്ന്. അപ്പം അത് പാരന്റ്സ് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അല്ലെ. എല്ലാ വീടുകളിലും വേണ്ട ഒരു കാര്യമാണ്. ഇനി തൊട്ടിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ ഇതെന്ത് സൂക്ഷിക്കാന്ന് പറഞ്ഞ മാതിരി ഒരു ഇതും കൂടി വെക്കേണ്ടി വരും അല്ലെ, ഫോൺ ഇപ്പൊ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ. പിന്നെന്താ,
ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയാ, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല മൊത്തത്തിലാണ് പറയുക. ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കണേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടൈം, കുറച്ച് ഫ്രീ ടൈമിൽ ഫോൺ യൂസ് ചെയ്യാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ക്രിയേറ്റീവ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ബോഡിക്ക് വേണ്ടി ഒന്ന് നടക്കാം, എക്സസൈസ് ചെയ്യാം, ആ ഒരു ടൈം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി വെക്കാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. എനിക്കിപ്പം എനിക്ക് ഫോൺ എടുക്കണോ, അല്ലെങ്കിൽ എനിക്കിപ്പം എൻ്റെതായ ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാ, പ്രയോറിറ്റൈസ് ചെയ്യുക. എനിക്ക് ഒരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരിക്കലും ഫോണിൽ കളിച്ചിരിക്കില്ല. കാരണം എനിക്ക് അതിനുള്ള ടൈം ഇല്ല. എനിക്ക് ആ ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ സ്റ്റെപ്പും ചെയ്തേ പറ്റൂ. അങ്ങനെ എനിക്കൊരു ഗോളും ഇല്ല, ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഫോണിന് അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ അവിടെ എന്ത് ചെയ്യണം, എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം ഓരോ കാര്യങ്ങൾ. ഇന്നത് ഇന്ന ദിവസം ചെയ്യണം, ഇന്നത് ഇത്ര ടൈമിൽ ചെയ്ത് തീർക്കണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റോ ഫോൺ കണ്ടു എന്ന് വിചാരിച്ച് അതൊരു അഡിക്ഷൻ ആവുന്നില്ല. പിന്നെന്താ, ഒരു ഹെൽത്തി സ്ലീപ്പ് സർക്കിൾ നിങ്ങൾ ഫോം ചെയ്യണം. അതായത് ഇന്ന സമയത്ത് ഞാൻ ഉറങ്ങും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ആ റൂമിന് പുറത്ത് വെച്ചൊന്ന് ചിലപ്പോൾ അത്യാവശ്യത്തിന് കോൾ വിളിച്ചാൽ കേൾക്കില്ലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് കൈ എത്താത്ത ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൺ എന്ത് ചെയ്യാം, സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് വയ്ക്കാതെ, റേഡിയേഷൻസ് ഒക്കെ ഉള്ളതാണ് ഫോൺ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അകലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയാ, ഫോൺ പെട്ടെന്ന് കിട്ടില്ലല്ലോ. പിന്നെ നമ്മളൊക്കെ ഇത്തിരി മടിയന്മാരെ എണീറ്റ് പോയി എടുക്കാന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് അതങ്ങോട്ട് നീക്കി വെച്ചേക്കുക. എത്ര അകലെ വെക്കാൻ പറ്റുമോ അത്ര അകലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെട്ടെന്ന് അത് എടുക്കാനുള്ള ടെൻഡൻസി. അതുപോലെ തന്നെ നമ്മൾ ഫോണിനെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. പതിയെ കുറച്ചേശ്ശെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊന്ന് മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിക്കോളും. അപ്പൊ പതിയെ പതിയെ അതിനെന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് നിന്ന് പതിയെ പതിയെ അതിനെ മാറ്റി കൊണ്ടുവരണം. അങ്ങനെ ഒരു നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഉറങ്ങണം. ഇന്ന് ഈ രാത്രി മൊത്തം ഇരുന്ന് ഫോണിൽ നോക്കി എൻ്റെ എനർജി അല്ലേ, ഞാൻ എന്തോരം നേരം ഫോണിൽ നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി എന്തോരാണ് പോണേന്നുള്ളത് അറിയണില്ല. ആ എനർജി ഒക്കെ എന്തിനാ, പിറ്റേ ദിവസം എനിക്ക് എൻ്റെ വർക്കിന് ആവശ്യമുള്ളതാ, അല്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് അത് ചിന്തിക്കാനുള്ളതാ, അല്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ക്രിയേറ്റീവ് ആവാനുള്ളതാ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ചെയ്യാനുള്ളതാ എന്നുള്ളതില്ല. അവിടെ ചെല്ലുമ്പോൾ ഉറക്കമൊളിച്ച് ഉറക്കം തൂങ്ങി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു, എന്താ പറയാ, ഇങ്ങനെ കഞ്ചാവ് അടിച്ചിരിക്കണ മാതിരിയാണ് ഫോൺ യൂസ് ചെയ്തിട്ട് വരുന്ന കുട്ടികൾ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ടീച്ചറാണ്, ശരി. അപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പകുതി കുട്ടികൾ ഈ ഒരു അവസ്ഥയിലാണ്. ഞാൻ എത്ര കണ്ടന്റ് പറഞ്ഞാലും തലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, ആ ഒരു എനർജിയും ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ ആ ഇരിക്കുന്ന കുട്ടികളിലേക്ക് എന്തോരം പറഞ്ഞു കൊടുത്താലും എങ്ങനെ പറഞ്ഞു കൊടുത്താലും അവരുടെ ഉള്ളിലേക്ക് കയറില്ല. അവർക്ക് ഉറക്കാണ് അപ്പോൾ വലുതായിട്ട് വരുന്നത്. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാം, അതായത് ഞാനൊരു ഫോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളായാലും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഫോൺ എടുക്കുമ്പോഴേക്കും ഞാനൊന്ന് ആലോചിക്കുക, ഇത് എനിക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഞാനിപ്പോൾ ഫോൺ യൂസ് ഓപ്പൺ ആക്കുന്നതിന്റെ കാര്യം എന്തുവാ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ സ്ക്രീൻ ഓൺ ആക്കാനായിട്ട്. അപ്പൊ എന്താവും, എനിക്കൊരു പർപ്പസ് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കുന്നു, ആ പർപ്പസ് കഴിയുമ്പോൾ അത് ഓഫ് ആക്കി വെക്കുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു പർപ്പസും ഇല്ലാണ്ട് ആ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും അങ്ങോട്ട് ഓപ്പൺ ആക്കും. 5 മിനിറ്റ് കഴിയും, 5 മിനിറ്റ് എന്ന് പറയും, പിന്നെ അതെന്താവും 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, പിന്നെ അത് 1 മണിക്കൂർ, 2 മണിക്കൂറിലേക്ക് അത് എന്ത് ചെയ്യും, നീളും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ചിന്തിക്കണം, ഞാൻ അത് എടുക്കണേക്ക് മുമ്പ് അതെനിക്ക് ആവശ്യമുള്ളതാണോ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോൺ എടുക്കണേക്കാൾ മുമ്പ് ചിന്തിക്കുക, എനിക്ക് ആ ഫോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ, അപ്പം നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് നമ്മളുടെ, ഇതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. നമുക്കിപ്പം ഈ മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഈ ഫോൺ എന്ന് പറയുന്നത് ആ ഗോള് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂള് മാത്രമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് അതിനെ എന്നെ ഫോൺ കൺട്രോൾ ചെയ്യുന്നില്ല, ഞാനാണ് എൻ്റെ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, അപ്പൊ അവിടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു, എൻ്റെ റൂട്ടീൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആ ടൈമിലെ റൂട്ടീനൊക്കെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ ഹെൽത്തിനും എൻ്റെ മെന്റൽ ഹെൽത്തിനും എന്താ പറയാ, എൻ്റെ ഡെവലപ്മെന്റിന് മൊത്തത്തിലുള്ള ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ റൂട്ടീൻ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ
പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഇപ്പൊ എനിക്കില്ല, ഇത്ര നാൾ ഞാൻ ഇങ്ങനെയായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട് ഇതിൽ നിന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. മുമ്പ് ഞാൻ അങ്ങനെ ആണ്, ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കുള്ളൂ എന്നുള്ളതിൽ പറയണതിൽ അർത്ഥമില്ല. ഇപ്പൊ ഞാനത് എന്താ പറയാ മനസ്സിലാക്കുന്നു, ഞാൻ ഫോണിന് അഡിക്റ്റ് ആണെന്നുള്ളത്. ആ ഒരു മനസ്സിലാക്കൽ, ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിലേക്ക് ഫോൺ അഡിക്ഷൻ എന്നുള്ളതിൽ നിന്ന് ഫോൺ വാച്ചിങ്ങിലേക്കും അതുപോലെ തന്നെ എന്തിലേക്ക് മാറാൻ പറ്റും, നിങ്ങളുടെ സക്സസിലേക്ക് ഇതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങളൊരു ഹെൽത്തി സ്ലീപ്പ് സർക്കിൾ ഫോം ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈംസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യും, ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. വീട്ടിൽ ഒരു നോ ഫോൺ സോൺ വെക്കുന്നു, ലിമിറ്റ് ചെയ്യുന്നു, റൂട്ടീൻ ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് പേരിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്, മൊബൈലിനെ പറ്റിയാണ് അല്ലെ. വളരെ ഒരു ചെറിയൊരു ഡിവൈസ് ആണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനുണ്ടാക്കാൻ പറ്റുന്ന എഫക്ട്സ് എന്ന് പറയുന്നത് അതിൽ എന്താ പറയാ അത്രയും ഭയാനകരമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. ഇന്ന് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈ ഒരു മൊബൈൽ ഫോണായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു 1 hour പറഞ്ഞു തീരാവുന്നതല്ല. സോ ഇന്ന് നമുക്ക് എന്താണ് മൊബൈൽ അഡിക്ഷൻ എന്നും അതുപോലെ തന്നെ എന്താണ് അതിന്റെ റീസൺസ് എന്നും നമ്മൾ പറഞ്ഞു. എന്താണ്, ഞാൻ ഫോൺ വാച്ചിങ് ആണോ ഫോൺ അഡിക്ഷൻ ആണോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ എപ്പോഴൊക്കെയാണ് ആളുകൾ ഫോൺ യൂസിലേക്ക് പോകുന്നത്, അഡിക്ഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെ നിങ്ങൾ എത്രത്തോളം എഫക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആവും. എന്തായാലും ഇത് നിങ്ങളുടെ കുട്ടികളിലും നിങ്ങളിലും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഇതിൽ ഭയങ്കര പാടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ എളുപ്പമായിട്ടുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് അവസരം തന്ന വിംബിൾ അക്കാദമിക്കും ജാസ്മിനും ഫൈസൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞ് മതിയാവില്ല. കാരണം എങ്ങനെ ഒരു ക്ലാസ് എടുക്കണം എല്ലാ കാര്യങ്ങളും സാറാണ് എന്താ പറയാ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിച്ചത്. സോ ഫൈസൽ സാറിനും വിംബിൾ അക്കാദമിക്കും എല്ലാവർക്കും ഇന്ന് എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോന മാം, താങ്ക് യു വെരി മച്ച്. സ്ക്രീൻ ഓഫ് ചെയ്യാമോ? ഓക്കെ. ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാമോ മാമിന്റെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റൊട്ടീൻ ആ ഒരു ചാർട്ട് അതിനെപ്പറ്റി പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിയാൻ പറ്റി. താങ്ക് യു നല്ല മാം. Thank you, ma'am. പ്രസന്റേഷൻ ആയിരുന്നു സോന മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു നല്ല ജിഷ മാം. റെലവെന്റ് ആയ ടോപ്പിക്കാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന. അത് നല്ല സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ 2 കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്ത് വന്ന 2 കേസുകൾ വളരെ ചുരുക്കിയ രീതിയിൽ. ഒന്ന്, ഈ ഫോൺ അഡിക്ഷൻ മുഖാന്തരം വന്നത് ഒരു കുട്ടിയുടെ, അതായത് അഡോൾസൻസ് ആണ്. ആ സമയത്തുണ്ടാവുന്ന ഗേൾ ഫ്രണ്ടുമായിട്ട് നിരന്തരം വൈകുന്നേരം വന്ന് കതകടച്ച് നിരന്തരം സംസാരിക്കുക, രാത്രി മൊത്തവും പകല് വരെ സംസാരിച്ച്. എൻ്റെ അടുത്ത് വന്ന് അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. എൻ്റെ ചെവിയിൽ കൂടെ ബ്ലഡ് വരെ വന്ന് അതുവരെ ഞാൻ അവളോട് ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ്. ഇപ്പൊ ബ്രേക്കപ്പ് ആയപ്പം വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ രാത്രി മുതൽ ഫുഡും കഴിക്കാതെ കതകടച്ച് വെളുപ്പിനെ വരെ ഇരുന്ന് സംസാരിച്ച് ചെവി കൂടെ ബ്ലഡ് വരെ വന്നു. അപ്പം ഈ ഒരു ഫോൺ അഡിക്ഷന്റെ ഒരു തീവ്രത എവിടെ വരെ എങ്കിൽ പോലും ആൾക്കാർ തിരിച്ചറിയാതാണ് ജീവിക്കുന്നത്. 2, ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് വന്നൊരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അമ്മ വന്ന് പറഞ്ഞത്
അവന്റെ സ്വഭാവത്തിൽ മാറ്റം. അവൻ പറയുന്നു, അമ്മേ ഞാൻ ഇവിടെ നിന്ന് പോവാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റാ, നിങ്ങളോട് നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. എന്താണ് ഇതിന്റെ റീസൺ? അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ് ഗെയിമിൽ കൂടി ആരോ ഇവനോട് പറഞ്ഞു നിന്റെ മുഖം കാണിക്കാൻ. ഇവന്റെ മുഖം കാണിച്ചു. പക്ഷെ എതിരുള്ള ആള് ആണാണോ പെണ്ണാണോ ഒന്നും അറിവില്ല. അവര് പറയുന്ന ഒരു ലോകത്തിലേക്കൂടെ ഈ കുട്ടി കടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കൗൺസിലിംഗ് സെഷൻ. ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം ജീവിച്ച, ഇത്ര വയസ്സ് വരെ പേരൻസിനോട് ജീവിച്ച പേരൻസിനെ പോലും വിശ്വാസമില്ലാതെ ഒരു നിമിഷം വന്ന് കണ്ട ഒരാൾ പറയുന്നത് അനുസരിച്ച് അത്രമാത്രം തീവ്രതയാണ്, അത്രമാത്രം വിഷമാണ്, അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് ഇന്നത്തെ കുട്ടികളെ. മുതിർന്നവരും വേറെ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതാണ്. ഇത്രമാത്രം സ്വാധീനമാണ് ഈ ഫോൺ അഡിക്ഷനും അല്ലെങ്കിൽ ഫോൺ ഗെയിമും കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു അബീഷ്. ഹലോ മാം, ചെറിയാൻ. യെസ്, പറഞ്ഞോളൂ. അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. എല്ലാവരും നമുക്കറിയാം, വീട്ടില് 10 പേരുണ്ടെങ്കിൽ 15 ഫോണുള്ള കാലഘട്ടമാണ്. 10 പേർക്ക് 10 ഫോണല്ല, ഈ ഓഫീസ് യൂസ് ചെയ്യാൻ ഒന്ന്, അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു സെൽഫ് അവെയർഡ് ആവുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞത്, പാരന്റ് പറഞ്ഞത്, കുട്ടി ഭയങ്കരമായിട്ട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കാരണം അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണ് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ കൊടുക്കൂല. അപ്പൊ കൊച്ചു ഭീഷണിപ്പെടുത്താം, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അമ്മേനെ ഇൻസൾട്ട് ചെയ്താല് അമ്മ എന്തായാലും കൊടുക്കും. അപ്പം ഇത് എത്തരത്തിലുള്ള ആളുകളാണെന്നൊന്നുമില്ല. കുട്ടി ഓരോന്നും വാക്ക് തുടങ്ങുമ്പോൾ തന്നെ അമ്മ എന്താ ചെയ്യുന്നത്, ഇത് വേഗം ഫോൺ എടുത്ത് അവന്റെ കൈ കൊടുക്കും. അവന്റെ വായ സ്റ്റോപ്പ് ചെയ്യാൻ വേറെ വഴിയൊന്നും ഇവരുടെ കയ്യിലില്ല. നമ്മൾ പറയുന്ന പോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തുറിച്ച് നോക്കിയിട്ടൊന്നുമില്ല, അറിയില്ല, ഇവന്റെ അടുത്തൊന്നും പോവില്ല എന്നറിയാം. അപ്പോൾ പുള്ളി ഇവരുടെ ഇടയിൽ ഇൻസൾട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ കയ്യിൽ ഫോൺ എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കഴിക്കുന്നതെന്ന് അറിയുന്നില്ല, കഴിക്കുന്നതിന്റെ അളവിനെ കുറിച്ച് ഒട്ടും ബോധർ ചെയ്യുന്നില്ല. അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇരുന്ന് നോൺ സ്റ്റോപ്പ് ജിങ്കാലാല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്വന്തം കുടുംബങ്ങളിൽ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ പറഞ്ഞതുപോലെ സ്വയം അവെയർ ആവുകയല്ലാതെ ഇതിനകത്ത് വേറൊരു രക്ഷയില്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. തീരെ മാം, താങ്ക് യു. പിന്നെ തീരെ ഈ കുട്ടികൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കാതെ വരികയാണെങ്കിൽ പിന്നെ അവിടെ നമ്മളായിട്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ചു വെക്കുക, അവരെ ഇത്തരം കാര്യങ്ങളിൽ നിർബന്ധപൂർവം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, അതിലേക്ക് പോവരുത് ഒരിക്കലും നമ്മൾ. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വിദഗ്ധ ഉപദേശം തേടുക എന്നുള്ളത് തന്നെയാണ്. അവിടെയും പലർക്കും ഒരു കൗൺസിലിംഗ് ക്ലാസ്സിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകാനോ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ നാണക്കേടാണ്. എന്റെ കുഞ്ഞ് മൊബൈൽ അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ഇതുപോലെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയും അവരുടെ ആ ദുരഭിമാനം അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടത്തെ കേസല്ല, പൊതുവെ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറയുമ്പോൾ കുട്ടികളെ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ പറയുന്നത് പാരന്റ്സ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് അതൊരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അവർ സ്വയം ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കൂടുതൽ വൈകാരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട് പല സ്ഥലങ്ങളിലും. അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അവര് ഈ കുഞ്ഞിന്റെ ഈ ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും വീണ്ടും ഈ മൊബൈൽ തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ആരാണ് കുറ്റക്കാർ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ ഗാഡ്ജറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതല്ല, നമ്മൾ പോയി എടുക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ വീട്ടിനകത്തൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ കൊണ്ടുവരിക, ഒരു ടൈം ടേബിൾ കൊണ്ടുവരിക, ഫോൺ വെക്കുന്നതിന് ഒരു സ്ഥലം വെക്കുക, അല്ലെ? നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ഓഫീസ് റൂം, അവിടെ ബുക്കുകളുണ്ട്, അവിടെ പെന്ന് വെക്കാൻ ഒരു സാധനം, അതുപോലെ ഓരോന്നിനും ഓരോ സാധനങ്ങൾ. മൊബൈല് ഇപ്പോ അലാം കേൾക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമായിട്ട് നമ്മൾ അത് അലാം വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഉറങ്ങിയിട്ട് കയ്യിൽ നിന്ന് മൊബൈൽ വീഴുന്നത് വരെ പലരും കയ്യിൽ വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാള് മൊബൈൽ പൊട്ടിയപ്പോ ഞാൻ ഇത് എങ്ങനെ പൊട്ടിയത്, നന്നായിട്ട് പൊട്ടിയിരിക്കുന്നതല്ല, സ്ക്രീന് മാറ്റാൻ, അത് കയ്യിൽ വെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ തറയിൽ പോയി. അതായത് ബെഡിൽ നിന്ന് കൈ വെളിയിലേക്ക് വീണ് ഇത് കണ്ട് എന്നിട്ട് പോലും അത് ഓഫ് ചെയ്ത് അവർ വെക്കുന്നില്ല എന്നാണ്.
നമ്മൾ എന്തിനാണ് മൊബൈൽ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്? അത് അലാം വെക്കാം. അതിനൊരു ടൈം പീസ് പോലെ എന്തെങ്കിലും ഒരു സാധനം സംവിധാനം വെച്ചാൽ പോരെ. എന്റെ മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകള് ഒരു കുഞ്ഞു വാച്ച് ഉണ്ട്, അതിൽ കീ സൗണ്ടാണ് കേൾക്കുന്നത്. ഫോണ് കൊടുക്കില്ല അലാം വെക്കാൻ. അപ്പൊ ഇവള് ഈ വാച്ചിൽ അലാം വെച്ചിട്ട് ഇവളെ തലങ്ങണിയുടെ അടിയിൽ വെക്കും. അപ്പൊ ഈ കീ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഉണരും. 4 മണിക്ക് എഴുന്നേക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ഈ മൊബൈലിൽ അഥവാ സൗണ്ട് കൂട്ടിയിട്ട് വെച്ചാലും അത് ഹാളിലായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നടന്നു പോയിട്ട് ഈ മൊബൈൽ എടുക്കും. പിന്നെ നടന്നു പോയി എടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും പോയി കിടക്കരുത്. അപ്പൊ അവിടെ നമുക്ക് റൊട്ടീനൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. കുട്ടികളെ നമുക്ക് ആ ടൈം ടേബിളിലേക്ക് കൊണ്ടുവരാം. ഇപ്പോഴും എന്റെ കുട്ടികൾ അവിടെ റിമോട്ടിന്റെ വണ്ടിയിൽ വെച്ച് കളിക്കുകയാണ് അവര് മൊബൈൽ എടുക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഇത്തരം സംഭവങ്ങൾ നമ്മൾ കൊടുക്കുക. ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോകുക, ഇല്ലെങ്കിൽ കുട്ടിയെ ഗാർഡനിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കുക അവരെ. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമാക്കി ഇത്തരം ഭയങ്കരമായിട്ടുള്ള അഡിക്ഷനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത് ലഹരിയെ കുറിച്ചും മൊബൈൽ അഡിക്ഷനെ കുറിച്ചുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇത് വ്യാപകമായി കാണുന്നുണ്ട്, ഇല്ലേ? ഇവിടെ തന്നെ എത്രയും പേര് ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. ഇപ്പൊ ഞാൻ തന്നെ ഇനിയിപ്പോ ഉടനെ ഇതിന്റെ ഫോൺ എടുത്തിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ ഇതിന്റെ ഈ നിങ്ങൾ എഴുതി അയക്കുന്ന ഇത് കണ്ടിട്ട് അതിൽ ലൈക്ക് കൊടുക്കണം, ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കണം, അല്ലേ? അപ്പൊ അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് എന്താണ്, ഒന്നുകിൽ വേറെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് വരുന്ന ആ ഒരു ഫീഡ്ബാക്കുകൾ വായിച്ചു നോക്കും. ആ ഫീഡ്ബാക്കുകൾ നല്ല ഫീഡ്ബാക്കുകളാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പം അതിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ പോയാലും മൊബൈൽ അഡിക്ഷൻ ഒരു ടീച്ചറായാലും ട്രെയിനർ ആയാലും ഒരു ഡോക്ടർ ആയാലും ആരായാലും തന്നെ ഏത് രീതിയിലായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഈ ക്ലാസ് കേട്ട് എത്ര പേര് മാറാൻ തയ്യാറാകും? ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെയാണ് ഫസ്റ്റ് ചോദിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മാറാൻ കഴിയും, അല്ലേ? ഇവിടെയാണ് നമുക്കൊരു ബേണിംഗ് ഡിസയർ ഉണ്ടാവുക. നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ സാധനത്തിൽ നിന്ന് പതുക്കെ നമ്മൾ പിൻവലിയും. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഈ ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വിംബിൾ ട്രെയിനിങ് ആ ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുക. പിന്നെ നെക്സ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും ഇനി അടുത്ത ക്ലാസ് വരുന്നത്. ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ വേണു സാർ, ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, 2 കാര്യമാണ്. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഈ സ്പീക്കർ ആരാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ലെനോവോ എന്നാണ് അതിൽ പേര് കാണുന്നത്. കേൾക്കുന്നില്ല? അല്ല, യു ആർ മ്യൂട്ടഡ്. എന്താണ്, സോനയോ? നിങ്ങൾ കേൾക്കുന്നില്ല? ഓക്കെ, സോന കേൾക്കുന്നില്ല. മൈക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കാമോ? ഓക്കെ, അത് കേൾക്കുന്നില്ല. ജാസ്മിനെ എന്നെ അറിയാം. ജാസ്മിനെ ഞാൻ ഒരു 2-3 തവണ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ക്യാൻ യു ഹിയർ മീ? ജാസ്മിൻ, എന്നെ കേൾക്കാമോ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, മൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാന് സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന ഓൾഡ് സേയിങ് ആണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. പ്രിവെൻഷൻ, ഇതിന്റെ റിലവൻസ് ഞാൻ പറയാനായിട്ട്, നമ്മൾ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആണ് ഈ പിള്ളേരുടെ അഡിക്ഷൻ നമ്മളാണ് വളർത്തുന്നത്. എന്നിട്ടിരുന്ന് ഇങ്ങനെ ആശ്ചര്യപ്പെടുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഇതിൽ കോൺടെസ്റ്റ് എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞു നിർത്താം. ഇറ്റ് വോണ്ട് ടേക്ക് മോർ ദാൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല. അവനിവിടെ അമേരിക്കയിലാണ് അവൻ വളർന്നതെല്ലാം. 13 വയസ്സായപ്പോഴാണ് അവനെ നാട്ടിലോട്ട് ഞാൻ അയച്ചു. 8ാം ക്ലാസ് മുതൽ അവനവിടെ തിരുവനന്തപുരത്തുള്ള ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ ഉള്ളപ്പോഴും ഫോൺ ഒരിക്കലും വാങ്ങിച്ചു കൊടുത്തില്ല. നാട്ടിൽ പോയി അവിടെ ചെന്നു. അവൻ BA പഠിക്കാൻ പോകുന്നവരെ 8ാം ക്ലാസ് മുതൽ
12ാം ക്ലാസ് വരെ ഇന്റർനാഷണൽ സ്കൂളിൽ ബാക്കി പിള്ളേർക്ക് എല്ലാവർക്കും മിക്കവർക്കും ഫോണുണ്ട്. ഇവന് ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല. അതിന്റെ ആവശ്യമില്ല. ആ തീരുമാനം എടുക്കുന്നത് ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ആവും. വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കരുത്, യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് പിന്നെ തർക്കവും വഴക്കവും എല്ലാം ഉണ്ടെന്ന്. അപ്പൊ ആദ്യമേ പ്രിവെന്റ് ചെയ്യുക. എന്നിട്ട് അവൻ BA പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോകുന്നു. അപ്പോൾ ഓബിയസ്ലി യു നീഡ് സംതിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത്. മറ്റാകുമ്പോൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, എന്തിനാണ് ഫോണിന്റെ ആവശ്യം? ഇല്ല. അതിന് ശേഷം വാങ്ങിച്ചു കൊടുത്ത ഫോണും സ്മാർട്ട് അല്ല, വെറും സ്റ്റുപ്പിഡ് ഫോണാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഒരു ഓർഡിനറി ഫോൺ അവനവിടെ നിന്ന് വിളിക്കാനും സംസാരിക്കാനും ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് അവൻ MBAക്ക് പഠിക്കാൻ പോകുന്നു. അപ്പോഴാണ് അവർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടായേ തീരൂ. അവരുടെ ഈ സിലബസും സ്കെഡ്യൂളും എല്ലാം അതിൽ. അപ്പോൾ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രം വാങ്ങിച്ചു കൊടുത്തു. അത് കാരണം ഈ ഫോൺ അഡിക്ഷൻ ഈ പറഞ്ഞ് നമ്മൾ തിയറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് എത്ര പേരുണ്ട്, എല്ലാം കൊള്ളാം, അടിപൊളിയാണെന്നൊക്കെ പറയും, പൊടി അടിയാണെന്നൊക്കെ പറയും, എല്ലാം ശരിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്നവർ തന്നെ വീട്ടിൽ കൊച്ചു ചെറുമക്കളുണ്ടെങ്കിൽ 1 വയസ്സുള്ള കുട്ടി ഇപ്പോഴും കളിക്കാനുള്ള ടോയ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. ആദ്യം അത് ചെയ്യുക. പ്രിവെൻഷൻ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ ഇതായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഡൂവബിൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ക്ലാസ് എടുത്ത മാമിന് അതുപോലെ നമുക്ക് ഇൻട്രോ പറയാമെന്ന ഫജറുന്നിസ വഹാബ് മാം നമുക്ക് 21st ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്തും പഠിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിക്കുകയും അതുപോലെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്ന ഫജറുന്നിസ മാമിന് ഫസ്റ്റ് ഞാനൊരു താങ്ക്സ് പറയുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ ഇൻട്രോ പറയാനും അതുപോലെ നമുക്ക് ക്ലാസ് എടുക്കാനും വന്ന മാം, അതുപോലെ നമുക്ക് ക്ലാസ് കേട്ടിരുന്ന അവസാനം വരെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാവരോടും ഒരിക്കൽ കൂടി വിമ്പിളിന്റെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. നെക്സ്റ്റ് ഡേയിൽ മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.